ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും രാഹുൽ ടെക് ഹാക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു സാധാരണ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ആ ഫോട്ടോയെ കൊണ്ട് പാട്ട് പാടിക്കാനും ഡാൻസ് കളിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മുടെ അടുത്ത കൂട്ടുകാരുടെ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫംഗ്ഷൻസിനോ ഒക്കെ അവരുടെ ഫോട്ടോ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ ഡാൻസ് കളിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഫോട്ടോ കൊണ്ട് പാട്ട് പാടുന്ന രീതിയിലുമൊക്കെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവർക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ ഫോട്ടോയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും ഒരു ചെറിയ മൂവ്മെൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നോർമൽ ഫോട്ടോയെക്കാട്ടിലും നമ്മൾ കാർട്ടൂൺ ഫോട്ടോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോയ്ക്ക് ഒരു പെർഫെക്ഷൻസ് കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നോർമൽ ഫോട്ടോസ് എങ്ങനെ കാർട്ടൂൺ ഫോട്ടോസ് ആക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു നോർമൽ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും womb.ai എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം തപ്പി വിഷമിക്കേണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അതെല്ലാം അലോ കൊടുക്കുക. പെർമിഷൻസ് ഒക്കെ അലോ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനൊരു വിൻഡോയിലേക്കായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ സെൽഫി എടുക്കാനും അല്ലെങ്കിൽ അത് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോസ് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ക്യാമറ ബാക്ക് ക്യാമറ ആക്കാനും ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഫോട്ടോയെ കൊണ്ടാണോ ഡാൻസ് കളിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പാട്ട് പാടിപ്പിക്കേണ്ടത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ പോയിട്ട് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നു. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ക്രോപ്പ് ചെയ്ത് നമുക്ക് അതിൻ്റെ എത്രയും ഭാഗമാണോ വേണ്ടത് അത്രയും ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ തൊട്ട് മേലുള്ള ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ആ ഫോട്ടോ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഗ്രീൻ ബട്ടൺ W എന്ന് എഴുതിയിരിക്കുന്ന ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷനിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഫോട്ടോയ്ക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻസാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ സോങ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇഷ്ടമുള്ളൊരു സോങ് സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഈ ഒരു സോങ് സെലക്ട് ചെയ്യുകയാണ്. സോങ് സെലക്ട് ചെയ്ത ശേഷം താഴെയുള്ള ഈ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ആ ഒരു വീഡിയോ ഇവിടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുത്ത ആ സോങ്ങും അതുപോലെ ആ ഒരു ഇമേജുമായിട്ടുള്ള അത് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് പരസ്യം വരും, അത് സ്കിപ്പ് അടിച്ച് കളയുക. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് ഏകദേശം ഒരു പകുതിയായി. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ കൊടുത്ത ആ ഫോട്ടോയും അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ പ്രോസസ്സായി വന്നിട്ടുണ്ട്. ആ പാട്ടിനനുസരിച്ചിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ആ പാട്ടിന് പാടുന്ന രീതിയിലും എൻ്റെ ആ ഒരു ഫോട്ടോ ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ആ ഫോട്ടോയെ പാട്ട് പാടുന്ന രീതിയിലും അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന രീതിയിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് താഴെ എഗെയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് പോവുക. അതുപോലെ നിങ്ങൾക്ക് അതിൽ നിന്നും ഇഷ്ടമായിട്ടുള്ള സോങ് വേറെ സോങ്ങാണ് വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ സോങ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ട് മേലുള്ള ബാക്ക് ഓപ്ഷൻ അടിച്ചിട്ട് ഇമേജ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്, സംഭവം പൊളിയല്ലേ?
ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയെ പാട്ട് പാടിപ്പിച്ചും ഡാൻസ് കളിപ്പിച്ചും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും